പണിക്ക് പോകാൻ അള്ളാഹ് കൽപ്പിച്ചിട്ടുണ്ട്, കച്ചവടം തുടങ്ങാൻ അള്ളാഹ് കൽപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ ചെയ്യാം. ബാക്കി ആർക്ക് വിടുക? അള്ളാഹുവിന് വിടുക. നീ ചെയ്യേണ്ടത് ചെയ്തിട്ട് നിന്റെ റബ്ബിന്റെ വിധിയെ നീ ക്ഷമയോടെ കാത്തിരിക്കുക. നീ നമ്മുടെ ദൃഷ്ടിയുടെ പരിധിയിലാണ്, നീ നമ്മുടെ കണ്ണിന്റെ പരിധിയിലാണ്. അടിമയോട് അല്ലാഹ് പറയാ, ഈ പഠിക്കേണ്ട റഹ്മത്തുള്ള, നീ എന്റെ കണ്ണിന്റെ പരിധിയിലുണ്ട്. ആ പരിധിയിലല്ലാതെ നീ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, ആ പരിധിയിലല്ലാതെ നീ ഇന്ന് രാവിലെ എണീറ്റിട്ടില്ല. ഇന്നലെ രാത്രി ഉറങ്ങിയല്ലോ. ഉറങ്ങുന്ന നേരത്തെ ശത്രുവിനെ പിടിച്ചാൽ ഉറക്കം നടക്കുമോ? ശത്രു വരുന്നുണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ട് നിന്നാൽ, പൊരിയിൽ കള്ളം കയറുമോ എന്ന് ആലോചിച്ചുകൊണ്ട് നിന്നാൽ ഉറക്കം നടക്കുമോ? പറയും മനുഷ്യന്മാർ, നടക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖൈറിനെ എഴുതി വെക്കും. വഅൻത തജ്ഹലുഹു, അത് ഖൈറാണെന്ന് നീ അറിയുകയില്ല, അത് ഖൈറാണെന്ന് നീ മനസ്സിലാക്കുകയില്ല. അല്ലാഹുവിന്റെ തഖ്ദീർ അല്ലാതെ അടിമക്ക് ലഭിക്കുകയില്ല. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തൃപ്തിപ്പെട്ടാലും തൃപ്തിപ്പെട്ടില്ലെങ്കിലും മുഖദ്ദിറായ അല്ലാഹുവിന്റെ തഖ്ദീർ അല്ലാതെ എന്ത് കിട്ടാനാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്ദീർ ആക്കിയതല്ലാതെ ഒരാൾക്ക് സുഖമായാലും ദുഃഖമായാലും സമ്പത്തായാലും നേട്ടമായാലും ലഭിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്ദീർ ആക്കിയതേ കിട്ടും. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തഖ്ദീർ അവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? എന്നാലും തഖ്ദീറെ കിട്ടൂ. ഇഷ്ടപ്പെട്ടാലോ തഖ്ദീറും കിട്ടും, അല്ലാഹുവിന്റെ പൊരുത്തവും കിട്ടും. അള്ളാഹുവിന്റെ തഖ്ദീറിൽ തൃപ്തിപ്പെടാതിരിക്കുക എന്നത് എത്ര വലിയ വിഡ്ഢിത്തരമാണെന്ന് ആലോചിക്കുക. മുഖദ്ദിറായ ഒരാളെ, അള്ളാഹു അല്ലാത്ത ഒരാളെ ഇവിടെ ഒരാൾക്ക് കാണിക്കാൻ കഴിയില്ല. അവന്റെ തഖ്ദീറിലല്ലാതെ ഇവിടെ ഒരു കാര്യം നടക്കുന്നില്ല. നമുക്ക് ജീവിതത്തിൽ കിട്ടേണ്ട അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സുഖങ്ങൾ, നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ എല്ലാത്തിന്റെയും മുഖദ്ദിർ ആരാണ്? അല്ലാഹുവാണ്. ചില കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ നമുക്ക് പ്രയാസകരമായി തോന്നാം, പക്ഷേ ഫലത്തിൽ അത് വലിയ നേട്ടമായി ഭവിക്കും എന്ന് പിന്നീട് മനസ്സിലാവും. ഇത് വളരെ നമ്മൾ ചിന്തിക്കണം. തഖ്ദീറിന് അപ്പുറം പോകാൻ കഴിയില്ല, ആർക്കും കഴിയില്ല. അല്ലാഹു തഖ്ദീറാക്കിയതല്ലാതെ ഒരാൾക്കും ലഭിക്കൂല, ഒന്നും ലഭിക്കൂല. ഇന്ന് നീ എന്താവണം? അല്ലാഹു തഖ്ദീറാക്കിയതേ കിട്ടൂ. അല്ലാഹു തഖ്ദീറാക്കിയാലോ ജനം തഖ്ദീറാക്കിയില്ലെങ്കിലും കിട്ടും. ജനം സപ്പോർട്ട് ചെയ്താലും കിട്ടും, ഇല്ലെങ്കിലും കിട്ടും. ചിന്തിക്ക. ജനം തഖ്ദീറ ഒരു തെരഞ്ഞെടുപ്പില് ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ആ പാർട്ടിയുടെ യോഗം കൂടി തീരുമാനിച്ചു, സങ്കല്പിക്കുക. അങ്ങനെ പാർട്ടി ഐക്യകണ്ഠേന തീരുമാനിച്ചു. പക്ഷെ അല്ലാഹു അയാൾ സ്ഥാനാർത്ഥിയാകാനോ MLA ആകാനോ മെമ്പർ ആകാനോ തീരുമാനിച്ചില്ല എന്ന് സങ്കല്പിക്കുക. സ്ഥാനാർത്ഥികളെ പേര് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുടെ അവരുടെ നോമിനേഷൻ, നാമനിർദ്ദേശ പട്ടിക കൊടുക്കുന്ന സമയത്ത് ഡെമ്മിയായി ഒരാളെ കൊടുക്കും. എങ്ങാനും ഇയാൾ തള്ളിപ്പോയാൽ പിന്നെ ഇയാൾക്കാണ് ചാൻസ് എന്നാണ് ഇതിന്റെ ഉത്സാഹം. ചിലപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഡെമ്മി ആയിരിക്കും അല്ലാഹുവിൽ തഖ്ദീറാക്കപ്പെട്ട ആൾ. എന്നാൽ അയാളെ എന്തുകൊണ്ട് ജനം തീരുമാനിച്ചില്ല? ജനത്തിന്റെ കാഴ്ചയിൽ ഇയാൾ അയോഗ്യനാണ്. അല്ലാഹു മറ്റേ ആൾക്കാണ് നിശ്ചയിച്ചത്. അവസാനം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് പരിശോധിച്ച ഉദ്യോഗസ്ഥന്മാർ സ്ഥാനാർത്ഥിയെ തള്ളി. പിന്നെ ഈ ഡെമ്മിയായി കൊടുത്ത ആളെയാവും സ്ഥാനാർത്ഥിയാക്കുക. ചിന്തിക്ക്. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് തഖ്ദീർ ചെയ്തത്. വളരെ നമ്മൾ ആലോചിക്കണം. ഗൾഫിൽ ഒരു കടയിട്ടു, മുത്താപ്പ
മൂത്താപ്പയുടെ കടയിൽ തൊഴിലാളിയായിപ്പോയി ഒരാൾ. കടയുടെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ മൂത്താപ്പ രോഗിയായി. പിന്നെ അയാൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് മാലും മുതലും സൗകര്യം ഒന്നും ആലോചിക്കൂല, അയാൾ തിരിച്ചു വരും. തൽക്കാലം നോക്കാൻ വേണ്ടി മൂത്താപ്പ തന്റെ അനുജന്റെ മകനെ ഏൽപ്പിക്കും. പിന്നെ അതിനെ കണക്ക് പോലും പറയാൻ അയാളില്ല. പിന്നെ അയാൾ മൂത്താപ്പ തന്നെയോ അല്ലെങ്കിൽ ആ കുടുംബം തന്നെയോ എന്തെങ്കിലും നാമമാത്രമായ ഒരു വിലക്ക് അത് അയാൾക്ക് വിൽക്കും. അയാൾക്ക് ഇതിന്റെ ലാഭത്തിൽ നിന്ന് കടം വീട്ടിയാൽ മതി. ഇതിന്റെ അധ്വാനമാരുടെ മൂത്താപ്പയുടേത് അയാൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞോ? ഇല്ല. അയാളെ മക്കൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞോ? അതുമില്ല. എന്റെ അള്ളാഹുവിന്റെ തഖ്ദീറിൽ അത് നടത്തേണ്ട ആൾ മറ്റാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവണില്ലേ? ഇത് സംഭവിക്കാറുണ്ടോ അല്ലേ? പറ, ഇത് സംഭവിക്കാറുണ്ടോ അല്ലേ? ഇഷ്ടംപോലെ. അതുകൊണ്ട് റബ്ബിന്റെ തഖ്ദീറിനെ വിടലാ നല്ലത്. ഏത് കാര്യം നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക, നമ്മൾ ചെയ്യേണ്ടതാണ് ചെയ്യുക. എന്നിട്ട് റബ്ബിന്റെ തഖ്ദീറിനെ ഏൽപ്പിക്കാം. അവൻ എന്ത് തന്നാലും തൃപ്തിപ്പെടുക. ഞാൻ നിങ്ങൾക്ക് സൂറത്ത് തൂറിൽ നിന്ന് അതിന്റെ അവസാന ഭാഗത്തെ ആയത്തൊന്ന് കേൾപ്പിക്കാം. അത് മതിയാവും നിങ്ങൾക്ക് എനിക്കും. ബഹുമാനപ്പെട്ട സൂറത്ത് തൂറിന്റെ അവസാനം നമ്മുടെ ഡ്യൂട്ടി എന്താ നമ്മുടെ ഡ്യൂട്ടി? أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واصبر لحكم ربك فإنك بأعيننا وسبح بحمد ربك حين تقوم ومن الليل فسبحه وإدبار النجوم. ബഹുമാനപ്പെട്ട തൂർ അധ്യായത്തിന് 48, 49 ആയത്തുകൾ, അത്ര ആയത്തേ അതിലുള്ളൂ. തൂർ അധ്യായത്തിൽ 49 ആയത്തേ ഉള്ളൂ. അതിൽ അവസാനത്തെ 2 ആയത്താണ് ഞാൻ ഈ ഓടിയത്. തൂർ അധ്യായത്തിന്റെ 48, 49 ആയത്തുകളാണ് ഈ ഓടിയത്. അത്ര ആയത്തേ അതിലുള്ളൂ. 49ാമത്തെ ആയത്തിൽ തൂർ അധ്യായം അവസാനിക്കുന്നു. എന്താണല്ലോ ഈ അധ്യായം അവസാനിക്കുമ്പോൾ പറയുന്നത്? നിന്റെ റബ്ബിന്റെ വിധിയെ നീ ക്ഷമയോടെ കാത്തിരിക്കണം. അതിനർത്ഥം വെറുതെ ഇരിക്കാനല്ല, നീ എടുക്കേണ്ട പണിയെടുക്കുക. റബ്ബ് എന്ത് വിളിച്ചാലും വേണ്ടി നീ ക്ഷമകേട് കാണിക്കരുത്. എന്തിലും കിട്ടാനുള്ളതിലും പോകാനുള്ളതിലും. ചിലപ്പോൾ കിട്ടാനുള്ളതിലാകും, ചിലപ്പോൾ പോകാനുള്ളതിലാകും. ചില കാര്യങ്ങൾ പോകാൻ വേണ്ടി നമ്മൾ കൊതിക്കും, പക്ഷെ അത് പോകൂല. രോഗം പോകാൻ കൊതിക്കും, പോകൂല. മാനസിക പ്രയാസങ്ങൾ, ഹമ്മുകൾ, മറ്റുള്ള ബുദ്ധിമുട്ടുകൾ പോകാൻ കൊതിക്കും, പോകൂല. ചിലപ്പോൾ ചില ഭൂമി വിറ്റ് പോകാൻ കൊതിക്കും, പോകൂല. മനസ്സിലാകാൻ പറഞ്ഞത് എങ്ങനെ? എത്രയോ ആളുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒരു ഭൂമി വിറ്റ് പോകാനുണ്ട്, ഒന്ന് ദുആ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞ ആളുകളുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, അള്ളാഹിനോട് പറയും, ഇതിലൊന്നും ആർക്കും ഇടപാടില്ല, ആർക്കല്ലാതെ അള്ളാഹു. ഇനിയൊരു ചികിത്സാരി നടത്തി എന്നാൽ അയാൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് തരും. എന്നിട്ട് അതിനേക്കാൾ വലിയ നിങ്ങൾ അയാളെ കയ്യിൽ കൊടുക്കും. അയാൾ പറയും 2 ആഴ്ചക്ക് കൊണ്ട് വിറ്റ് പോകുന്ന, അല്ലെങ്കിൽ 4 ആഴ്ച കൊണ്ട് വിറ്റ് പോകുന്ന. അത് 2 ആഴ്ച കൊണ്ട് 2 മാസം കൊണ്ട് വിറ്റ് പോകില്ല. അപ്പോൾ നിങ്ങൾ വീണ്ടും അയാളെ സമീപിക്കും. അപ്പോൾ അയാൾ പറയും, ഈ അതിൽ പറഞ്ഞത് ചെല്ലേണ്ടത് കൃത്യമായി ചെല്ലിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിനക്ക് അക്ഷരത്തെറ്റ് പറ്റിയിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പം നമ്മൾ വിചാരിക്കും ശരിയാണ്, എനിക്ക് അറബി അക്ഷരം പണ്ടേ ശരിയില്ല. ഇയാൾ ഉദ്ദേശിച്ച് നടന്നു, ഈ ഉദ്ദേശം നടക്കൂല. ഇയാൾ ഉദ്ദേശം എന്താ? ഇയാൾ ഉദ്ദേശം എൻ്റെ പൈസ അയാളെ പോക്കറ്റിലാക്കല. അത് നടന്നു. ഈ ഉദ്ദേശം നടക്കൂല. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ഒരുത്തനും നടക്കൂല. ഒരുത്തനും നിങ്ങൾ വിശ്വസിക്കും വേണ്ട. എൻ്റെ കാര്യം ഞാൻ 2 ആഴ്ച കൊണ്ട് നടത്തി തരാം എന്നൊരാൾ പറഞ്ഞാൽ, ഏത് കോജ പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കണ്ട. അല്ലാഹു വിധിച്ചാൽ നടക്കും, വിധിച്ചില്ലെങ്കിൽ നടക്കൂല. മനസ്സിലായില്ലേ? നിങ്ങൾ ഭയപ്പെടേണ്ട. 60,000, 50,000, 70,000 ഒക്കെ തൊലച്ചു കളഞ്ഞിട്ട് ദാറുൽ ഖുർആന്റെ മുറ്റത്ത് വന്ന അനവധി ആളുകളുണ്ട്. ഈ കഴിഞ്ഞ മാസങ്ങളിൽ വരെ ഉണ്ട്. ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടി ഞങ്ങൾ ചെന്നു. ഞാൻ ഇന്ന ആളെടുത്ത്, അപ്പോൾ 60,000 രൂപ വേണമെന്ന് പറഞ്ഞു. അത് കൊടുത്തിട്ട് 8 മാസം ഇതുവരെ നടന്നിട്ടില്ല. നടക്കൂല. അയാൾ പ്രതീക്ഷിച്ച് നടന്നു. എന്താ പറയടോ? അയാൾ എന്താ ഉദ്ദേശിച്ച്? തൻ്റെ 60,000 പറയടോ. ഇവൻ കടവും കള്ളിയും വാങ്ങിക്കൊണ്ടുപോയ 60,000 അയാളെ കയ്യിലാകണം, 50,000 അയാളെ കയ്യിലാകണം.
നിങ്ങൾ ഈ കാണുന്ന തോന്നിയാസത്തിനല്ല സുന്നത്ത് ജമാഅത്ത് എന്ന് പറയാം. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. നാട്ടിൽ കാട്ടുന്ന എല്ലാ തോന്നിയാസവും അന്ധവിശ്വാസവും ഇതിനൊക്കെ പറയുന്ന പേരല്ല അഹ്ലു സുന്നത്തി വൽ ജമാഅ. അത് അള്ളാന്റെ ദീനാണ്. ഇവിടെ ഖുർആനും ഹദീസുള്ള പ്രമാണങ്ങളുണ്ട്. ഇത് കൃത്യമായി വ്യവച്ഛേദിച്ചും അത് സ്ഥാപിച്ചും കഴിഞ്ഞു പോയ സ്വാലിഹ്യങ്ങളായ തലമുറയുണ്ട്. അതാണ് മുഅ്മിനീങ്ങളുടെ മാർഗം. മനസ്സിലായില്ലേ? ഇന്ന് നിങ്ങളെ ഏതെങ്കിലും ആളുകൾ വഞ്ചിച്ചിട്ട് ആ വഞ്ചനയിൽ നിങ്ങൾ കുടുങ്ങിയാൽ നിങ്ങൾ വിചാരിക്കേണ്ട അയാൾ സുന്നിയാണ്. അവരൊന്നും സുന്നിയാളല്ല. ജനത്തിന്റെ പണം പിടുങ്ങാനിരിക്കുന്നവർ സുന്നിയാളല്ല. അവർ സുന്നിയല്ല, മുജാഹിദും അല്ല. അവരാരുടെ ആളുകളാണ്. അവനാനിസം എന്ന് പറയും. അത് സുന്നീസുമല്ല, മുജാഹിദീസുമല്ല, അവനാനിസമാണ്. മനസ്സിലായോ? അവർക്കൊന്നും ഭയപ്പെടണ്ട. ഒരു വാപ്പി ഇവിടെ ഒരു കാര്യം നടക്കൂല, നടത്തൂല്ല. നിന്റെ റബ്ബിന്റെ വിധിയെ നീ ക്ഷമയോടെ കാത്തിരിക്കുക. നീ പേടിക്കണ്ട. നീ നമ്മുടെ കൺദൃഷ്ടികളുടെ പരിധിയിലാണ്. ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. യാ അല്ലാഹ്, നീ എന്താ പറയണ്ട്? ജിന്റെ വിധി കാത്തിരുന്നോ? നീ എന്റെ കണ്ണിന്റെ മുന്നിലുണ്ട്. യാ അല്ലാഹ്, യാ അല്ലാഹ്, എന്തൊരു വാക്കാണ്. പഴയ കാലത്ത് നമ്മളെ വീടിന്റെ ഉള്ളില് മൂത്രിക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലാത്ത കാലത്ത് രാത്രി കുട്ടികൾ മൂത്രിക്കണമെന്ന് പറഞ്ഞിട്ട് ഉമ്മാനെ വിളിക്കും, അല്ലെങ്കിൽ ഉപ്പാനെ വിളിക്കും, അല്ലെങ്കിൽ താത്താനെ വിളിക്കും, അല്ലെങ്കിൽ കാക്കാനെ വിളിക്കും. നമ്മളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കാരണം മൂത്രിക്കള കാലത്ത് പുറത്താണ്, എവിടെയല്ല. പറയും മനുഷ്യന്മാര് അകത്ത് സൗകര്യങ്ങളില്ല. ഈ അടുത്ത കാലത്തൊക്കെയാണ് നമ്മളെ വീടുകളിലൊക്കെ അകത്ത് മൂത്രിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ വന്നത്. മൂത്രം കാഷ്ടമ്പോഴത്തിനൊക്കെ സൗകര്യം ഒന്ന് പുറത്താണ്. ഇപ്പൊ എന്ത് ചെയ്യും? നട്ടപ്പാതിരിക്ക് കുഞ്ഞെണീറ്റ് കുഞ്ഞിനെ മൂത്രിക്കണം. ഉമ്മാനെ എണീപ്പിച്ച് ഉമ്മ എന്ത് ചെയ്യും? ഉമ്മ ഉറക്കച്ചടവോട് കൂടെ എന്ത് ചെയ്യും? ചിലപ്പോൾ ഒരു ചന്നം പിന്നെ മഴയുണ്ടാവും. അപ്പോൾ കുട്ടിയോട് പറയും, മുറ്റത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയിരുന്നോ. ഉമ്മ എന്ത് ചെയ്യും? ഉമ്മ വാതിലിൽ ഇങ്ങനെ ശാരി നിൽക്കും. അപ്പൊ കുട്ടിക്കൊരു ശങ്ക. മുന്നിലും പിന്നിലേക്ക് നോക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. കാരണം മുന്നിലും പിന്നിലും വലത്തും ഇടത്തും വളരെ വലിയ ഇരുട്ടാ. ഒന്ന്. രണ്ടാമത്തെ, ഇന്നത്തെ പോലെയുള്ള കരണ്ടും സൗകര്യവും വെളിച്ചൊന്നും ആ കാലത്ത് ഇല്ല. ചിമ്മിനി വിളക്കുള്ളത്. ചിലപ്പോൾ ചിമ്മിനിയും കത്തിക്കൂല ആ നേരത്ത്. അപ്പോൾ ഉമ്മ എന്ത് പറയും? ഈ തിരിഞ്ഞും മറിഞ്ഞും നോക്കുന്ന കുട്ടിയോട് ഉമ്മ എന്ത് പറയും? ഞാൻ നോക്കുന്നുണ്ട്, ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ നോക്കുന്നുണ്ട്. ഈ ഒരു വാക്ക് മതി ആ കുട്ടിക്ക് ധൈര്യത്തിലിരിക്കാൻ. ആണോ അല്ലേ? എന്താണ് മനുഷ്യന്മാരെ രാവിലെ ബുദ്ധൂസുകളെ പോലെ ഇവിടെ വന്നിരിക്കുന്നത്? ഇത് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇതിനെന്താ അത്ര വലിയ പ്രശ്നം മനസ്സിലാക്കാൻ? ഇത് മനസ്സിലായില്ലേ? കുട്ടി മനസ്സിലായില്ലേ? ഇത് പഠിക്കണം മോനെ. ഇത് പഠിച്ചാലേ നമുക്ക് എന്താ ദീൻ മനസ്സിലാവുള്ളൂ. വെറുതെ നമ്മൾ നെറ്റിമ ചൂട്ടുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. അല്ലാഹു നമ്മളിവിടെ കയറണം. നിന്റെ റബ്ബിന്റെ വിധിയെ നീ ക്ഷമയോടെ കാത്തിരിക്കുക. അതിനർത്ഥം ഒരു പണിക്കും പോകാതിരിക്കാനല്ല. നീ ചെയ്യേണ്ടത് ചെയ്യാൻ അവൻ നിന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. നീ അധ്വാനിക്കണം, പ്രവർത്തിക്കണം. ഓരോരുത്തരും ഒരു കാര്യത്തിനൊരു കാരണം ഉണ്ടാവും. ആ കാരണത്തെ നീ പ്രവർത്തിക്കണം. ഒരു തൊഴിൽ ചെയ്യണം, ഒരു കച്ചവടം ചെയ്യണം, ഒരു ഏർപ്പാട് ചെയ്യണം, കുടുംബത്തിന്റെ പട്ടിണി മാറാൻ, കടം തീരാൻ. പക്ഷെ തീർത്തേണ്ടത് അവനാണ്. ചിലപ്പോൾ ഈ കച്ചവടം മതിയാവും. കുടുംബത്തിന്റെ പട്ടിണി മാറാൻ വേണ്ടി നീ തുടങ്ങിയ ഈ കച്ചവടം മതിയാവും കുടുംബത്തിന്റെ പട്ടയം ആധാരം വരെ പോകാൻ. ആണോ അല്ലേ? അപ്പൊ കച്ചവടം കൊണ്ട് നിനക്ക് ലാഭം ഉണ്ടായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ഒരു പണിക്ക് പോയാൽ അന്ന് ആ പണിയിൽ കൈക്കോട്ട് കാലുമ തട്ടി കഴിഞ്ഞു, പിന്നെ അങ്ങോട്ട് കിടന്നു, പിന്നെ പഴുത്തു, പിന്നെ കായം മുറിച്ചു. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. ആയുസ് മുഴുവനും നശിച്ചു പോകാൻ ഒരൊറ്റ കൂലിപ്പണിക്ക് പോയാലും മതിയോ? മനസ്സിലായില്ലേ? പണിയാക്കണ്ട. മോട്ടോർ സൈക്കിൾ കൊണ്ട് രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങി ഒരു കുത്തുത്തി. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആയുസ് മുഴുവനും 20 കൊല്ലം അങ്ങനെ കടന്നു, പിന്നെ മരിച്ചു. തൻ്റെ ആയുസ് നശിക്കാനും എല്ലാം നശിക്കാനും ഈ ഒരു കുടുംബത്തിന് വേണ്ടി പണി പോയത് അതും മതിയാവും. പക്ഷേ ഇവിടെ എന്ത് ചെയ്യാം? ഈ പണിക്ക് പോകാൻ അള്ളാഹ് കൽപ്പിച്ചിട്ടുണ്ട്, കച്ചവടം തുടങ്ങാൻ അള്ളാഹ് കൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്യാം. ബാക്കി ആർക്ക് വിടുക? അള്ളാഹുവിന് വിടുക. നീ ചെയ്യേണ്ടത് ചെയ്തിട്ട് നിന്റെ റബ്ബിന്റെ വിധിയെ നീ ക്ഷമയോടെ കാത്തിരിക്കുക. നീ നമ്മുടെ ദൃഷ്ടിയുടെ പരിധിയിലാണ്. നീ നമ്മുടെ കണ്ണിന്റെ പരിധിയിലാണ്. അടിമയോട് അല്ലാഹ് പറയാ, ഈ വരികണ്ട റഹ്മത്തുള്ള, നീ എന്റെ കണ്ണിന്റെ പരിധിയിലുണ്ട്.
ആ പരിധിയിലല്ലാതെ നീ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, ആ പരിധിയിലല്ലാതെ നീ ഇന്ന് രാവിലെ എണീറ്റിട്ടില്ല. ഇന്നലെ രാത്രി ഉറങ്ങിയല്ലോ, ഉറങ്ങുന്ന നേരത്തെ ശത്രുവിനെ പിടിച്ചാൽ ഉറക്കം നടക്കുമോ? ശത്രു വരുന്നുണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ട് നിന്നാൽ, പൊരയിൽ കള്ളം കയറുമോ എന്ന് ആലോചിച്ചുകൊണ്ട് നിന്നാൽ ഉറക്കം നടക്കുമോ? പറയും മനുഷ്യന്മാർ, നടക്കൂല. അപ്പൊ നീ മയ്യത്തിനെ പോലെ ആയാലേ ഉറക്കം നടക്കൂ. നേരം വെളുത്തെണീറ്റു, വാതിലിനൊന്നും പറ്റിയിട്ടില്ല, ജനലിനൊന്നും പറ്റിയിട്ടില്ല, വീടിനൊന്നും പറ്റിയിട്ടില്ല, ഭാര്യക്കൊന്നും പറ്റിയിട്ടില്ല, കുട്ടികൾക്കൊന്നും പറ്റിയിട്ടില്ല, ഒന്ന് എണീറ്റ് കുളിച്ചു. യാ അല്ലാഹ് സുബ്ഹാനല്ലാഹ് കയൗമ വലദത്തുഹു ഉമ്മുഹു, പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ പോലെ നീ ആയി. എന്തൊരു സന്തോഷം! അങ്ങനെ മുകളിലേക്ക് പുറത്തേക്കൊക്കെ നോക്കി, എന്താണ് അതിൻ്റെ ഒരു നിർമ്മല്യത, എന്താണൊരു സുഗന്ധം, എന്തൊരു സന്തോഷം! പ്രഭാതം കൊണ്ടുവന്ന വല്ലാത്തൊരു നിർവൃതി എത്ര വലുതാണ്! അതൊക്കെ ആരാ ചെയ്തത്? അല്ലാഹ്. നീ ഉറങ്ങിയപ്പോൾ നിന്നെ സുരക്ഷിതനാക്കിയതാണ് ആര്? അല്ലാഹ്. നീ യാത്ര ചെയ്തപ്പോൾ നിന്റെ കൂട്ടുണ്ടായവൻ ആര്? അല്ലാഹ്. എല്ലാം നീ കച്ചവടം ചെയ്തപ്പോൾ നിനക്ക് ലാഭമുണ്ടാക്കി തന്നവൻ ആര്? അല്ലാഹ്. നിന്റെ തൊഴിൽ നിനക്ക് അപകടമുണ്ടാകാതെ സംരക്ഷിച്ചവനാര്? അല്ലാഹ്. എല്ലാം അല്ലാഹ്, എല്ലാം അല്ലാഹ്. ഇനി അതിനിടയിൽ നിനക്ക് എന്തെങ്കിലും പറ്റിയാലോ നീ പേടിക്കണ്ട, അത് അള്ളാഹുവിന്റെ തഖ്ദീറാണ്. അല്ലാഹു തആല അബ്ദിന് ഖൈറല്ലാതെ ചെയ്യുകയില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ ഇതിനേക്കാൾ ഖൈറിലേക്ക് ഭവിക്കും, ഇതിനേക്കാൾ വലിയ ഖൈറിലേക്ക് ഭവിക്കും. എന്തോ ഒരു കാര്യത്താൽ, എന്തോ ഒരു ചെറിയ യാത്രക്കടയിൽ, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു തൊഴിലിനിടയിൽ എന്തോ ഒരു കൈക്കോട്ട് പറ്റി, കത്തി പറ്റി, ആശുപത്രി കൊണ്ടുപോയി. പിന്നെ 2 ആഴ്ച ആശുപത്രി തുന്നിക്കെട്ടി അവിടെ എങ്ങനെ കിടന്നു. തൊട്ടടുത്ത് ഇതേപോലെ തുന്നിക്കെട്ടിയ വേറൊരു കാക്കയും കിടക്കുന്നുണ്ട്. അപ്പൊ അതിനിടയിൽ ഇങ്ങനെ സംസാരിച്ചത് 2 ആഴ്ച അടുത്തടുത്ത് കിടക്കുമ്പോഴൊക്കെ സംസാരിക്കുമല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞ്, എനിക്ക് മയക്കിനൊന്നും ഒരു കുഴപ്പമില്ല, നീ മുറിയൊന്നും എനിക്ക് ബേജാറില്ല, എൻ്റെ ഒരു മകന് ഒരു പെണ്ണ് കിട്ടിയിട്ടില്ല. നല്ലൊരു തറവാട്ടിൽ നിന്ന് ഒത്തൊരു കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണ് കിട്ടിയാൽ അവനൊരു പെണ്ണ് കെട്ടിക്കാണുന്നത് കണ്ടിട്ട് മരിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഇയാളെ മനസ്സിലൂടെ കൊള്ളിയാൻ മിന്നി. വിഷയം എന്താ? ഇയാൾ കൊല്ലങ്ങളായി മകളെ കെട്ടിക്കാതെ കാത്തിരിക്കുക. അപ്പോൾ എന്ത് ചെയ്തു? ഭാര്യയോട് പറഞ്ഞ്, ഭാര്യയോട് എന്ത് പറഞ്ഞ്? ഇയാളോട് പറഞ്ഞു, എനിക്കൊരു കുട്ടിയുണ്ട്, അങ്ങനെ പല ആളുകൾ കണ്ടിട്ട് പറ്റിയിട്ടില്ല, ഏതായാലും നിങ്ങൾ നോക്കി, ഞാൻ അടുത്ത നേരത്തെ കഞ്ഞി അവളോട് കൊണ്ടുവരാൻ വേണ്ടി പറയാം, നിങ്ങളെ മകനോട് കഞ്ഞി കൊണ്ടുവരാൻ അങ്ങോട്ട് പറഞ്ഞാൽ. അങ്ങനെ എന്ത് ചെയ്ത്? ആയിക്കോട്ടെ, എന്നാ പിന്നെ അതിന്റെ പേരിൽ ഒരു കാഴ്ചയും വേണ്ട, അതിനൊരു കഴിച്ച ചടങ്ങും വേണ്ട. എന്തുകൊണ്ട്? മറ്റവൻ വെള്ളം കുടിച്ചും കുഴങ്ങിയിട്ടുണ്ട്, ഇവള് വെള്ളം കൊടുത്തും കുഴങ്ങിയിട്ടുണ്ട്. ഇനി വെള്ളം കൊടുക്കാൻ ഇവൾക്ക് മനസ്സില്ല, ഇനി വെള്ളം കുടിക്കാൻ അവനും മനസ്സില്ല. അവനാകെ വെള്ളം കുടിച്ച് ബേജാറില്ല. ആര്? ആണ്. വെള്ളം കൊടുത്ത് കുഴങ്ങിയ ആളാണ് പെണ്ണ്. അപ്പൊ എന്തേത്? ഭാര്യയോട് പറഞ്ഞ്, ഈ എന്ത് ചെയ്ത്? ഇനി അടുത്ത നേരത്തെ കഞ്ഞി കൊണ്ടുവരുമ്പോൾ അവളെയും കൂട്ടി വാ. മറ്റേ ആൾ പറഞ്ഞ്, ഭാര്യയോട് പറഞ്ഞു, കുഞ്ഞുമോനോട് എൻ്റെ അടുത്ത് കഞ്ഞി കൊടുത്തയച്ചാൽ മതി, അവനോട് കുറച്ച് കാര്യം പറയേണ്ടതുണ്ട്. രണ്ടാളും മെഡിക്കൽ കോളേജിലെ പാപ്പാക്ക് കഞ്ഞിയും കൊണ്ട് വന്നു. 1 മണി 1:30 മണി നേരത്ത് 2 കൂട്ടരും കണ്ടു, സന്തോഷിച്ചു, വർത്താനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു. ഇപ്പോൾ കെട്ടാൻ പോകുന്ന പെണ്ണാണെന്ന് പുതിയാപ്പിളക്കും അറിയില്ല, എന്നെ കെട്ടുന്ന പുതിയാപ്പിളയാണെന്ന് പെണ്ണിനും അറിയില്ല. വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ട്, അടുത്തടുത്തുള്ള വാപ്പാൻ്റെയും 2 വാപ്പമാരും മക്കളല്ലേ, അപ്പോൾ സ്വാഭാവികമായും 2 മരുന്ന് അങ്ങോട്ട് കൊടുത്ത് 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കൂടെ നിന്ന് ആയിക്കോട്ടെ പിരിഞ്ഞു പോയി. പെണ്ണൊക്കെ പോയതിനു ശേഷം മറ്റേ കാക്ക മകനോട് ചോദിച്ച്, ഇപ്പം ആ പോയ പെൺകുട്ടിയെ എനിക്ക് പറ്റുമെന്ന് ചോദിച്ചു. എന്താ പറ്റണേ? ഒരിക്കൽ നമുക്ക് കെട്ടിച്ചേരാവോ ചോദിച്ചു. അപ്പോൾ മറ്റേ കാക്കാനോട് ചോദിച്ചു, ഇതാണ് പെൺകുട്ടിനെ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിന്റെ മകനെ പറ്റും, നമുക്ക് 1000 വട്ടം സമ്മതമാണ്. അൽഹംദുലില്ലാ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്താണ് 2ആക്കുമുള്ള ഡിസ്ചാർജും കൊണ്ട് സിസ്റ്റർ വരുന്നത്. അൽഹംദുലില്ലാ, പിറ്റേന്ന് ഡിസ്ചാർജായി, 2 ആഴ്ച നമുക്ക് കല്യാണമായി, ഒരു നിബന്ധനയില്ല, ഒരു പ്രശ്നമല്ല, ഒരു ഷർത്തുമില്ല, ഒരു സന്തോഷമായി കഴിഞ്ഞുകൂടി. അപ്പോൾ ഇവിടെ കാലിന് കൈക്കൊണ്ടൊരു കൊട്ടു പറ്റിയത് നന്നായി. നിങ്ങളിന്റെ കൂടെ ഉണ്ടാ, മനസ്സിലായില്ലേ? അൽഹംദുലില്ലാ. ഭൂമിന്റെ പട്ട എഴുതി കൊടുക്കാൻ 25 പവനും കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരാളും കെട്ടാത്ത പെണ്ണിനെയാണ് മറ്റോ വന്നിട്ട്, അത് നല്ല തടിമെടുക്കുള്ള ആരോഗ്യമുള്ള കരുകരുത്ത മല്ലൻ, പണിയെടുത്ത് കുടുംബം പോറ്റണവൻ, 10 പൈസ കൊടുക്കാതെ ഒന്നും വേണ്ട, നിങ്ങൾ പെണ്ണിനെ തന്നാൽ മതി, നമ്മൾ പെണ്ണ് പോയി കണ്ട് പൈകിരിക്കുന്ന ഒരു പറഞ്ഞു.
2 ആഴ്ച കൊണ്ട് പണ്ടൊന്നും ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. പണ്ടൊക്കെ നിങ്ങൾ പിന്നെ സൗകര്യത്തിൽ ഉണ്ടാക്കി കൊടുത്താൽ ആരെങ്ങളോട് പണ്ടം കഴിക്കി നിങ്ങൾ ആ കയ്യാണ് കെട്ടി തന്നാ മതി. അൽഹംദുലില്ലാഹ്. ആരാണ് ഇതിന്റെ പിന്നിൽ? ആരതിന്റെ പിന്നിൽ? ആരതിന്റെ പിന്നിൽ? ഞാൻ നിങ്ങൾക്കൊരു കവിത ഓദിച്ചത്. ഒരു കവിത, ആ കവിത ഭയങ്കര പാടുണ്ട്. വയക്തുബുല്ലാഹു ഖൈറൻ അൻത തജ്ഹലുഹു വലാഹിറുൽ അംരി ഹിർമാനും മിനൻ നിഅമി വലൗ അലിംത മുറാദല്ലാഹി മിൻ ഔളി ലഖുൽത ഹംദൻ ഇലാഹി വാസിഅൽ കറമി. വയക്തുബുല്ലാഹു ഖൈറൻ, അല്ലാഹു ഒരു ഖൈറിനെ എഴുതി വെക്കും. വഅൻത തജ്ഹലുഹു, അത് ഖൈറാണെന്ന് നിനക്ക് അറിയുകയുമില്ല. അപ്പോൾ നിന്റെ കൈക്കോട്ട് കാലിന് പറ്റിയത് എന്താണ്? മറ്റേ കാക്ക തെങ്ങിന് തോലിടാൻ വേണ്ടിയിട്ട് മരത്തുമ്മ കയറിയതാണ്. അയാൾക്ക് എന്ത് ചെയ്തു? മരം വെട്ടിയപ്പോൾ വിരലും മുറിഞ്ഞു, ഇയാൾക്ക് കാലും മുറിഞ്ഞു. അതുകൊണ്ട് എന്തായി? കൃഷിപ്പണി മുടങ്ങിയെന്ന് മറ്റയാൾ വിചാരിച്ച്, പണി മുടങ്ങിയെന്ന് ഇയാൾ വിചാരിച്ച്. അപ്പോൾ ഇവരെല്ലാരും എന്താ ഉണ്ടായത്? പ്രത്യക്ഷത്തിൽ നോക്കിയാൽ ഹിർമാനും മിനൻ നിഅമി, നിഅമത്തിന് മുടക്കമാണ് ഇവിടെ നടന്നത്. എന്നാൽ വയക്തുബുല്ലാഹു ഖൈറൻ, അല്ലാഹു നിനക്ക് ഖൈർ എഴുതിയത്. വഅൻത തജ്ഹലുഹു, നിനക്കത് നീ ജാഹിലാവുമ്പോൾ ആ ഖൈർ നിനക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. മനസ്സിലായില്ലേ? വെട്ടുകത്തി കയ്യിന് പറ്റിയത് നിഅമത്താ, മകന് പെണ്ണിട്ടി. കൈക്കോട്ട് കാലിന് പറ്റിയ നിഅമത്താ, പെണ്ണിന് പുതിയാപ്പിളയും കിട്ടി. നീ രണ്ടാക്കും സന്തോഷത്തിൽ മരിക്കാം. തൽക്കാലം മരിക്കണില്ല. നിങ്ങളെ കുട്ടികളെ തന്നെ വലിയതായിട്ട് അവരെയും കൂടി കെട്ടിച്ചത് കണ്ടിട്ട് ഇവർ മരിക്കുള്ളൂ. ഒന്നും ഉണ്ടായില്ല. 2 ആഴ്ച 4 ആഴ്ച കഴിഞ്ഞപ്പോഴോ അടയാളമില്ല, ഒന്നുമില്ല. ഒരു അടയാളമില്ല, ഒരു മറുകുമില്ല, ഒന്നുമില്ല. ഒരു മറുക് പോലും ശേഷിക്കാതെ ആ മുറിയൊക്കെ ഉണങ്ങിപ്പോയി. മകന് പെണ്ണുങ്ങളായി, പെണ്ണിന് ഭർത്താവായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖൈറിനെ എഴുതി വെക്കും. വഅൻത തജ്ഹലുഹു, അത് ഖൈറാണെന്ന് നീ അറിയുകയില്ല, അത് ഖൈറാണെന്ന് നീ മനസ്സിലാക്കുകയില്ല. വലാഹിറുൽ അംരി ഹിർമാനും മിനൻ നിഅമി, വലാഹിറുൽ അംരി കാര്യത്തിന്റെ പ്രത്യക്ഷം, ഹിർമാനും മിനൻ നിഅമി ഉള്ള നിഅമത്ത് മുടക്കിയതായിരിക്കും. അങ്ങനെ തന്നെയല്ലേ? പണിക്ക് കാക്കാന് പണി മുടങ്ങി. കൃഷിപ്പണിക്ക് നല്ല കർക്കിടക മാസത്തിൽ ഇറങ്ങിയ അയാളെ പണി മുടങ്ങി. വലാഹിറുൽ അംരി നടന്നത് പ്രത്യക്ഷത്തിൽ ഹിർമാനും മിനൻ നിഅമി ഉള്ള നിഅമത്ത് തടഞ്ഞതാണ് ഇവിടെ നടന്നത്. പക്ഷേ വയക്തുബുല്ലാഹു ഖൈറൻ, അല്ലാഹു നിനക്ക് എന്ത് എഴുതിയതാണ്? എന്ത് എഴുതിയതാ? നിഅമത്ത്, ഖൈർ എഴുതിയതാ. പക്ഷെ നീ വിചാരിച്ചത് ഉള്ള നിഅമത്ത് അല്ലാഹു കളഞ്ഞല്ലോ എന്ന്. അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു. അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് അലൻ നബി സല്ലല്ലാഹു ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് حسبي ربي جل الله ما في قلبي غير الله على النبي صلى الله حق لا إله إلا الله 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 الله. ويكتب الله خيرا أنت تجهله വലാഹിറുൽ അംരി ഹിർമാനും മിനൻ നിഅമി. ഒരു സഹോദരൻ ഈ ആഴ്ച എനിക്ക് അയച്ചു തന്ന ഒരു അറബി കവിതയാണിത്. അല്ലാഹു അദ്ദേഹത്തിന് നമുക്കൊക്കെ പുറത്തിരട്ടെ. വലൗ അലിംത മുറാദല്ലാഹി മിൻ ഔളി ലഖുൽത ഹംദൻ ഇലാഹി വാസിഅൽ കറമി. വലൗ അലിംത മുറാദല്ലാഹ്, ഉദാഹരണം വെച്ചാണ് പറയാം. വലൗ അലിംത മുറാദല്ലാഹ്
നിനക്ക് വലിയ പരിഹാരമായി തരാൻ അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന ഹിക്മത്ത് ഈ കൈക്കോട്ട് പറ്റിയപ്പോഴും കത്തി പറ്റിയപ്പോഴും നീ അറിഞ്ഞു വരുന്നുവെങ്കിൽ ലഖുൽത ഹംദൻ ഇലാഹി, പടച്ചോനെ നിനക്കാണ് സ്തുതിയും എന്ന് നീ പറയുമായിരുന്നു. പക്ഷേ ആ നേരത്തിൽ പഴുക്ക ചെയ്തു. എത്ര ചെല്ലിച്ചിറങ്ങിയതാ, എന്നിട്ട് ഇപ്പൊ അങ്ങനെയാ. മനസ്സിലായില്ല. ഭാര്യ വിളിച്ചു ചോദിച്ചു, അല്ല മനുഷ്യ നിങ്ങള് പാടത്തിറങ്ങിയപ്പോ ബിസ്മിയും മറ്റുമൊക്കെ ചെല്ലലുണ്ടല്ലോ, അന്ന് മറന്നീനാ? ബിസ്മി 1, 2, 3 ഒക്കെ ചെല്ലിയിട്ടുണ്ട്. നീ ഇങ്ങനെ തന്നെയാ, നമ്മളെ പോലെ കാര്യമൊക്കെ എങ്ങനെയാ? നമ്മളിപ്പോ എവിടെയാണെങ്കിൽ നഷ്ടാ എന്നാ ഈ കാക്ക പറയാ. നിങ്ങൾ ചെല്ലി പറഞ്ഞിട്ടില്ലേ? ചെല്ലി പറയുന്നു. എമ്പാട് ചെല്ലി പറഞ്ഞു. നിങ്ങൾ സലാത്ത് ചെല്ലിയിട്ടില്ലേ? ആ സലാത്തൊക്കെ ചെല്ലി. അതൊക്കെ ചെല്ലിയപ്പോ അള്ളാഹ് ഖൈറ് വിരിച്ചു. ഖൈറ് കൈക്കോട്ടിന്റെ കൊലത്തിലാ വന്നു. മനസ്സിലായടോ? അള്ളാഹനെ പഠിക്ക്, റബ്ബിനെ പഠിക്ക്. റബ്ബ് ഖൈറല്ലാതെ ചെയ്യൂല. മനസ്സിലായില്ലേ? റബ്ബ് ഖൈറല്ലാതെ ചെയ്യൂല, ഒരിക്കൽ ചെയ്യൂല. വലോ അലിംത മുറാദല്ലാഹി മിൻ അവ്ലിഹി ലഖുൽത ഹംദൻ ഇലാഹി വാസിഅൽ കറമി. ഈ അപകടം പറ്റിയപ്പോൾ, അല്ലെങ്കിൽ ഈ നഷ്ടം പറ്റിയപ്പോൾ, ഈ അപകടം പറ്റിയപ്പോൾ ഇതിന്റെ പിന്നിൽ പരിഹാരമായി അല്ലാഹു നിനക്ക് തരാൻ ഉദ്ദേശിച്ചത് നീ എങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ ലഖുൽത ഹംദൻ ഇലാഹി വാസിഅൽ കറമി. ലഖുൽത ഹംദൻ, ആ കൈക്കോട്ട് പറ്റിയപ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുമായിരുന്നു. അങ്ങനത്തെ ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു മുസീബത്ത് പറ്റിയാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരു മുസീബത്ത് പറ്റിയാൽ അള്ളാഹിനെ ചീത്ത പറയും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. സുബൈ ജമാഅത്ത് നിസ്കരിച്ചാണ്ടാണ് ഇറങ്ങിയത്. പക്ഷെ എന്നിട്ട് സൈക്കിൾ കുത്തി. സുബൈ ജമാഅത്ത് നിസ്കരിച്ച സൈക്കിൾ കുത്തൂല എന്ന് അള്ളാഹു തആല എഴുതിപ്പെടുന്നുണ്ട്. ചിലപ്പോൾ മൂല്യര് എഴുതിയിട്ട് പറയും. ആ കഴിഞ്ഞ വെള്ളിയാഴ്ച മൂല്യര് പറഞ്ഞാണ്, നിങ്ങൾക്ക് ഒരു മുസീബത്തുണ്ടാവില്ല, നിങ്ങൾ സുബൈ ജമാഅത്തിന് നിസ്കരിച്ചാണ് ഇറങ്ങിയാൽ. അങ്ങനെ പിറ്റേന്ന് പള്ളിയിലൊന്ന് ജമാഅത്തിന് സുബൈക്കന്നെ. ഇക്കാലം വരെ സൈക്കിൾ കുത്തിയിട്ടില്ല. ഇന്ന് ജമാഅത്ത് കഴിഞ്ഞ് ഇറങ്ങണോടുകൂടെ കുത്തി. അതോടുകൂടെ തീരുമാനിച്ച് ഇനി മൂല്യന്മാര് കള്ളന്മാര് പറഞ്ഞ് ഞാൻ കേൾക്കൂല. കാരണം നല്ല നിലക്ക് പള്ളിയും മദ്രസയും പന്തലൊന്നും നോക്കാതെ ജീവിക്കണ കാലത്ത് എനിക്കൊരു ആപത്തുണ്ടായിട്ടില്ല. ജമാഅത്തുമായി പള്ളിയിൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കയറുണ്ടാവുന്നതാണ് ഈ മോലിയർ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ച്. ഇവർക്ക് തൊള്ളന്റെ മുടക്കല്ലേ ഉള്ളൂ. ചിലപ്പോൾ ഈ കുത്തിയിട്ട് ഈ ആക്സിഡന്റ് ഉണ്ടായി വെച്ച് കെട്ടുന്നതിനിടയിൽ പറയും, മറ്റോ വരും, എന്തേ അറമോ, എന്തേ നിനക്ക് പറ്റിയത്? എന്താടോ, ഞാൻ മോലിയാരെ വാക്ക് കേട്ട് ജമാഅത്തിന് പോയതാ, മാർക്കറ്റിക്ക് കച്ചവടത്തിന് പോകുന്ന തിരക്കില് പെട്ടെന്ന് എന്നാ മോലിയാർ പറഞ്ഞതുപോലെ അതിന്റെ ഒരു വർക്കത്തും കൂടി ഉണ്ടാട്ടെ എഴുതിയല്ലേതാ. അത് കണ്ടു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, പിന്നെന്താ ഉണ്ടായത്? പിന്നെ ഈ കാലം വരെ ഞാൻ നേരെ സുബഹിയൊന്ന് നിസ്കരിക്കാതെ അല്ലെങ്കിൽ ജമാഅത്തൊന്ന് നോക്കാതെ പൊരേന്ന് വേഗം തട്ടിപ്പടച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് മാർക്കറ്റിൽ എത്തുന്ന കാലത്ത് ഇക്കാലം വരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ മോലിയാരെ പിന്നിൽ ജമാഅത്തായി നിസ്കരിച്ച് അന്നുള്ള മോട്ടോർ സൈക്കിളും പൊളിഞ്ഞ്. അപ്പൊ ഈ വെച്ചേട്ടി കൊടുക്കണം മറ്റേ ഒരു അറമും പരമും ഉണ്ട്. ഇവരെന്ത് പറയും? മൂല്യന്മാർക്ക് തിന്നണം, മുണങ്ങണം, നുണ പറയണം എന്നല്ലാതെ എന്താ ഉള്ളത്? അവർക്ക് പറയുന്നതിന് കണക്കാക്കിയിട്ട് നമ്മളിങ്ങനെ ചെന്ന് ഇരുന്നും കൊടുക്കുമല്ലോ. അപ്പൊ ആ പീഡിയയിലുള്ള എല്ലാരും പറഞ്ഞ് മൂല്യന്മാരെ കണക്കല്ല, ഒരു പണ്ട് കാര്യമല്ല, ഒരു നന്നാകാൻ തീരുമാനിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? ഇവിടെ എന്താ? ഇവിടെ പടച്ചോ നിനക്കൊരു കയറ് വിൽക്കുക. എന്റെ പരിയിൽ ഒരു മുടക്കാച്ചരക്കുണ്ട്, 32-33 വയസ്സായ മുടക്കാച്ചരക്കുണ്ട്, കാലം വരെ കെട്ടിക്കാട്ട്. അതിനവിടുന്നാണ് ബാണ്ടക്കെട്ടോട് കൂടെ അവിടെ നടക്ക് എടുത്തിട്ട് നല്ലൊരു തറവാട്ട് കൊണ്ടുപോയിടണം. അതിനാ പടച്ചോ അത് ചെയ്തത്. മനസ്സിലായില്ലേ? വലോ അലിംത മുറാദല്ലാഹി മിൻ അഉലിഹി ലഖുൽത ഹംദൻ ഇലാഹി വാസിഅൽ കറമി. അല്ലാഹു നിനക്ക് തരാൻ ഉദ്ദേശിക്കുന്ന പരിഹാരം ആ അപകടം പറ്റിയ നേരത്ത് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ ലഖുൽത, നീ പറയുമായിരുന്നു, ഹംദൻ ഇലാഹി വാസിഅൽ കറമി, വല്ലാതെ ഔദാര്യം വിശാലമായി ചൊരിയുന്നവനെ, നിനക്കാണ് സർവസ്തുതിയും എന്ന് നീ പറയുമായിരുന്നു. പേടിക്കണ്ട. ഖുർആനിൽ പറഞ്ഞു, നീ റബ്ബിന്റെ വിധിക്ക് വിടുക.
ഫഇന്നക ബിഅയുനിനാ, നീ എവിടെ പോയാലും എവിടെ വന്നാലും നീ എൻ്റെ കണ്ണിൽ നിന്ന് മറയുന്നില്ല. എന്തൊരു വാക്ക്, എനിക്കൊരു സന്തോഷം തോന്നുന്നില്ലേ? അള്ളാഹ് നമ്മളോട്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പടച്ചാൻ വിട്ടു. പിന്നെ നമ്മളിങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുമ്പോൾ കുറച്ച് ആളുകൾ നമ്മളെ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞു, പഠിച്ചോനെ പക്ഷെ നോക്കൂലെങ്കിൽ എന്തിനും വരെ പഠിച്ച്, അങ്ങനത്തെ ഒരു പഠിച്ചോനാണ് നമ്മളെ പഠിച്ചിരുന്നെങ്കിൽ കുടുങ്ങിയില്ലേ? നിനക്ക് പറഞ്ഞത് മനസ്സിലായോ? ഒരു പഠിച്ചോൻ പഠിച്ച് മറ്റേ പഠിച്ചോനോട് നോക്കാൻ ഏൽപ്പിച്ച്, ആ പഠിച്ചോനാകട്ടെ ഫുൾ ടൈം ഫോണാ. മനസ്സിലായില്ല? സർക്കാർ ഓഫീസിൽ ചെന്ന ഇതുപോലെയാവും. സർക്കാർ ഓഫീസിൽ പണ്ടത്തെ കാലത്തൊക്കെ അവർക്ക് ചായ കുടി മുടിവാരലിനൊക്കെ നമ്മൾ നിന്നൊടുത്താൽ മതിയായിരുന്നു. ഇപ്പോൾ അവരെ ഫോണും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് അവകാശ സർട്ടിഫിക്കറ്റ് എഴുതി തരുള്ളൂ. എൻ്റെ ഒരു പഠിച്ചോൻ പഠിച്ച് വേറെ പഠിച്ചോനെ ഏൽപ്പിച്ച്, വേറെ പഠിച്ചോന് ഫുൾ ഡ്യൂട്ടിയാ. അപ്പോൾ ഇത് നോക്കണേന്ന് പറഞ്ഞിട്ടാണ് ഈ പഠിച്ചോൻ മറ്റവനെ ഏൽപ്പിച്ചത്. മറ്റേ പഠിച്ചോൻ അത് നോക്കാൻ തന്നെ നേരമില്ല. മറ്റോ പഠിച്ചോൻ അപ്പഠിച്ചോൻ പഠിച്ചാൽ തന്നെ കുറച്ചുണ്ട്. മനസ്സിലായോ? ഉമ്മ മരിച്ചതിന് ശേഷം ബാപ്പ കിട്ടിയ ഇളയമാന്റെ പിന്നിൽ പെട്ടതുപോലെ ആയിരിക്കും. അങ്ങനെ വന്നാൽ ബടിയല്ല, കൊണ്ടെടുത്ത് മകളും അല്ല, കൊടുത്തെടുത്ത് മരുകളും അല്ല എന്ന് പറയും ചില ആളുകൾ. അങ്ങനെയാവും. ഇതങ്ങനെയല്ല. ഫഇന്നക ബിഅയുനിനാ, നീ എൻ്റെ കണ്ണുകൾക്കിടയിലുണ്ട്. എന്തിനു പേടിക്കണം? എന്തിനു പേടിക്കണം? ആരും പേടിക്കണ്ട, അള്ളാനെ പേടിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മതിയോന്ന് ചില ആളുകൾക്ക് കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു സംശയം. ഞാൻ പിന്നെ വിശദീകരിക്കാം, അത് മതി.